പഞ്ചാരമൂട് കൂട്ടക്കുരുതിയുമായി നമ്മൾ MDMA-യും കഞ്ചാവും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ അവരതിന് അഡിക്റ്റായി കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് പറ്റുമെങ്കിൽ അവരെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയി അവരതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ ഇനി അതിലേക്ക് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ നിങ്ങളോട് പറയാം. നമ്മൾ ഫാർമസിയിൽ ചില ഡിപ്രഷൻ, ആങ്ഷൈറ്റി പോലുള്ള ചില സൈക്യാട്രിക് മെഡിസിൻ ഉപയോഗിക്കുന്ന പേഷ്യൻസിന് പെട്ടെന്ന് അതിലേതെങ്കിലും ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മരുന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ചില വെപ്രാളം നമ്മൾക്കറിയാം, വിഡ്രോവൽ സിംറ്റംസ്. അതുപോലെ തന്നെയാണ് ഈ MDMA-യും ഈ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ എത്രയോ മടങ്ങ്. അതുപോലെയല്ല, അത് മെഡിസിനാണ്, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യണം. പക്ഷേ ഇത് ലഹരി പദാർത്ഥങ്ങളാണ്. ഇതിൻ്റെ എത്രയോ മടങ്ങ് പവർഫുൾ ആയിട്ടുള്ളതാണ് ഈ MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് ഒരു തരം ഹാലൂസിനേഷൻ സംഭവിക്കും. അതായത് പൊതുവെ സാധാരണ നമ്മൾ പോലെയല്ല, അവർക്ക് ചിലത് ഇല്ലാത്ത സംഭവങ്ങൾ കേൾക്കും, ഇല്ലാത്ത സംഭവങ്ങൾ അവർ കാണും, അങ്ങനെയുള്ളൊരു ഫീൽ അവർക്ക് വരും. അതുപോലെ തന്നെ ഇവർക്ക് ഈ സാധനം കിട്ടാതെ വരുമ്പോൾ, ഞാൻ നേരത്തെ ഫാർമസിയിൽ ചില പേഷ്യൻസിന് സംഭവിക്കുന്നത്, ഇതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് ഇവർക്ക് ഈ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകും. അതും അവരെ എതിരെ നിൽക്കുന്ന ആളുകളെ കൊല്ലാനും നശിപ്പിക്കാനും ഒക്കെയുള്ള ഒരു സ്വഭാവം അവർക്കുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഒരു അഡിക്റ്റായ ഒരാളെ പിന്നെ പഴി പറഞ്ഞെടുക്കാനില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ ആ ഒരു അഡിക്ഷനിൽ നിന്നും രക്ഷിച്ചെടുക്കാനും അതുപോലെ മറ്റുള്ള ആളുകളിലേക്ക് ഇത് വന്ന് പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കണം.